നമസ്കാരം. 83 കോടി എപ്പടി 83 കോടി കൊണ്ട് ഈ പ്രാവശ്യം ഓപ്ഷനിലേക്ക് പോയൊരു ടീമുണ്ട് IPL. RCB പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ 83 കോടി എടുത്ത് പറഞ്ഞതിനുള്ള റീസൺ എന്താണെന്നുള്ളത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ടീമിലേക്ക് നോക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ സൂപ്പർ എന്ന് പറയാൻ പറ്റുന്നൊരു ടീം തന്നെയാണ്. പക്ഷേ മറ്റുള്ള IPL ടീമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന് തക്കതായിട്ടുള്ളൊരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു ടീം ഉണ്ടോ ഇതെന്നുള്ളത് നമുക്ക് ഇവരുടെ പ്ലേയിങ് ഇലവനും അതുപോലെ തന്നെ മൊത്തത്തിലുള്ള സ്കോഡ് നോക്കിയിട്ട് ഡിസ്കസ് ചെയ്യാം. റീസെൻ്റായിട്ട് RCB രജത് പട്ടീദറിനെ ക്യാപ്റ്റനാക്കിയിട്ടുണ്ട്. ഇതൊരു നല്ല മൂവാണെന്ന് ചോദിച്ചാൽ യെസ്, ഒരു ലോങ് ടൈമിലേക്ക് നോക്കുമ്പോൾ ഇതൊരു നല്ല മൂവ് തന്നെയാണ്. ഒരു ഇന്ത്യൻ ക്യാപ്റ്റനാണ്, യങ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. കഴിഞ്ഞ വർഷമൊക്കെ RCBക്ക് വേണ്ടി നന്നായിട്ട് പെർഫോം ചെയ്ത പ്ലെയറാണ്. പക്ഷേ IPL പോലുള്ളൊരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും വലിയൊരു ലീഗിൽ രജത് പട്ടീദർ ആസ് എ ക്യാപ്റ്റൻ ഇത്രയും ഇൻ്റർനാഷണൽ പ്ലെയേഴ്സിനെയും സീനിയർ പ്ലെയേഴ്സിനെയൊക്കെ ഹാൻഡിൽ ചെയ്ത് അതുപോലെ തന്നെ മാച്ചിൻ്റെ പ്രഷറും എല്ലാം ഹാൻഡിൽ ചെയ്ത് എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് നമുക്ക് കളി തുടങ്ങിയാലേ, ഈ സീസൺ തുടങ്ങിയാലേ പറയാൻ പറ്റത്തുള്ളൂ. RCBക്ക് 1-2 ഇഞ്ചുറി കൺസേൺസ് ഉണ്ടായിരുന്നു. ഒന്ന് ജേക്കബ് ബേത്തലിൻ്റെ, അതുപോലെ തന്നെ ജോഷ് ഹേസൽവുഡിൻ്റെ. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഇപ്പോൾ RCBക്ക് വേണ്ടി കളിക്കാൻ പറ്റുമെന്നാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. അപ്പോൾ സീസൺ തുടങ്ങുമ്പോൾ തന്നെ ഹേസൽവുഡും അതുപോലെ തന്നെ ജേക്കബ് ബേത്തലും RCBക്ക് വേണ്ടി കളിക്കാൻ അവൈലബിൾ ആയിരിക്കും. ഓവറോൾ ഇവരുടെ ടീമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവർ ബിഗ് നെയിംസിൻ്റെ പുറകെ ഒന്നും പോയിട്ടില്ല. എല്ലാ പ്രാവശ്യത്തെ പോലെ അത്യാവശ്യം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീമിനെ വിളിച്ചെടുത്തിട്ടുണ്ടെന്നാണ് ഇവരുടെ RCBയുടെ തന്നെ യൂട്യൂബ് ചാനലിലുള്ള ഇവരുടെ ഇൻറ്റേർണൽ ഡിസ്കഷൻസിൻ്റെ ഒക്കെ ബേസിസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണോ അവർക്ക് വേണ്ടത് അവരുടെ സ്ട്രാറ്റജി അത് അവർ വിളിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് അവരുടെ ഡിസ്കഷനിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ശരിക്കും ഇവരുടെ ടീം എത്രത്തോളം പ്രോമിസിംഗ് ആണ്, അതുപോലെ തന്നെ എത്രത്തോളം പെർഫോം ചെയ്യുമെന്നുള്ളത് ഇവരുടെ ഒരു പ്രോബബിൾ 11 ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് നോക്കാം. ഇവരുടെ ഓപ്പണിങ്ങിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിൽ സോൾട്ട് ഈ വർഷത്തെ RCBയുടെ ഏറ്റവും മികച്ച പിക്കെന്ന് പറയാൻ പറ്റുന്ന ഒരു പിക്കാണ് ഫിൽ സോൾട്ടിൻ്റെ. ആ ഒരു കാര്യത്തിൽ പവർ പ്ലേയിൽ അത്യാവശ്യം നന്നായിട്ട് അഗ്രസീവായിട്ട് ബാറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഫിൽ സോൾട്ട് ഒരു രക്ഷയില്ലാത്ത പ്ലെയറാണ്. വിരാട് കോഹ്ലി നമുക്കറിയാം കഴിഞ്ഞ വർഷം എക്സെപ്ഷണൽ ആയിട്ടുള്ള ബാറ്റിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഫിൽ സോൾട്ടും വിരാട് കോഹ്ലിയും വരുമ്പോഴത്തേക്ക് ഇവരുടെ ഓപ്പണിംഗ് പെയർ സോർട്ട് ഔട്ടാണ്, ഒരു രക്ഷയില്ല, അതിനകത്ത് ഒന്നും പറയാനില്ല. ഇനി താഴേക്ക് വരുമ്പോഴാണ് ഇവർക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉള്ളത്. ഇവരുടെ ഒരു ടോപ്പ് ഓർഡറിൽ ലെഫ്റ്റ് ഹാൻഡേഴ്സ് തീരെയില്ല. ഇപ്പോൾ കഴിഞ്ഞ വർഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ഡൗൺ വന്നുകൊണ്ടിരുന്ന രജത് പട്ടീദർ ചില മാച്ചുകളിൽ വന്നു, അതിനുശേഷം വിൽ ജാക്സ് ചില മാച്ചുകളിൽ വന്നു. അപ്പോൾ അതിനകത്തൊരു കഴിഞ്ഞ മാച്ച് സ്ഥിരമായിട്ടൊരു 1 ഡൗൺ ഇല്ലായിരുന്നു. അപ്പോൾ ഈ വർഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ രജത് പട്ടീദർ വരാം, ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജേക്കബ് ബേത്തലിനെ 1 ഡൗൺ വിടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒരു ടോപ്പ് ഓർഡറിൽ ഒരു ലെഫ്റ്റി ബാറ്റ്സ്മാൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇവർക്ക് കിട്ടും. ഇവരുടെ ശരിക്കുള്ള പ്ലേയിങ് ലെവലിൽ ജേക്കബ് ബേത്തൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് തന്നെ എനിക്ക് ഉറപ്പില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജേക്കബ് ബേത്തൽ ഉറപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. കഴിഞ്ഞ വർഷം വിൽ ജാക്സനെ വെച്ചിരുന്ന ഒരു സീസൺ പകുതി വരെ വെയിറ്റ് ചെയ്തതുപോലെ ചെയ്യാതെ ഈ വർഷം ജേക്കബ് ബേത്തലിന് ആദ്യം തൊട്ട് തന്നെ അവസരം കൊടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു ടോപ്പ് ഓർഡറിൽ ഒരു ലെഫ്റ്റ് ഹാൻഡർ അതുപോലെ തന്നെ സ്പിന്നെ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്ന ബാറ്റ്സ്മാനാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജേക്കബ് ബേത്തൽ, അത് കഴിഞ്ഞിട്ട് രജത് പട്ടീദർ, അതിനുശേഷം ജിതേഷ് ശർമ്മ, അതിനുശേഷം ലിവിങ്സ്റ്റോൺ, പിന്നെ കൃണാൽ പാണ്ഡ്യ. അല്ലാന്നുണ്ടെങ്കിൽ സാഹചര്യത്തിനനുസരിച്ച് ലിവിങ്സ്റ്റോണിനെ നേരത്തെ വിടുവോ ഇല്ലാന്നുണ്ടെങ്കിൽ കൃണാൽ പാണ്ഡ്യ നേരത്തെ വിടുവോ ചെയ്യാം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബാറ്റിംഗ് ഓർഡർ വരേണ്ടത്. പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി ജേക്കബ് ബേത്തൽ കളിക്കാൻ ചാൻസ് ഇല്ല. ലിവിങ്സ്റ്റോൺ ആയിരിക്കും രജത് പട്ടീദറിന് ശേഷം വരുന്നത്. അതിനുശേഷം ഫിനിഷറിലേക്ക് ഒന്നെങ്കിൽ ടിം ഡേവിഡോ അല്ലെങ്കിൽ ഷെപ്പേർഡോ വരാനാണ് സാധ്യത കൂടുതൽ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഷെപ്പേർഡിനെ അല്ലെങ്കിൽ ടിം ഡേവിഡിനെ കളിപ്പിക്കുന്നതിന് പകരം, അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് പകരം ജേക്കബ് ബേത്തലിനെ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലിവിങ്സ്റ്റോണിനെ ഒരു ഫിനിഷർ റോളിലേക്ക് ഒരു പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇനി നമ്പർ 8 വരുവാണെന്നുണ്ടെങ്കിൽ സ്വപ്നിൽ സിംഗിനും അത്യാവശ്യം ബാറ്റ് ചെയ്യാൻ പറ്റും. അത് ഇവരുടെ ഒരു പ്രശ്നം കൂടിയാണ്. നമ്പർ 8 സ്വപ്നിൽ സിംഗിനെ ഇവരുടെ ഒരു കോമ്പിനേഷൻ വെച്ച് കളിപ്പിക്കാൻ പറ്റുള്ളൂ. ഇനി ഇവരുടെ ഒരു ബാറ്റിംഗ് നോക്കുകയാണെങ്കിൽ ടോപ്പ് ഓർഡർ എക്സ്പ്ലോസീവ് ആണ്, ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ മിഡിലേക്ക് വരുമ്പോഴും രജത് പട്ടീദറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എക്സെപ്ഷണൽ ആയിട്ടൊരു ബാറ്റിംഗ് ലൈനപ്പാണ്. ലോവർ എൻഡിലേക്ക് വരുമ്പോഴാണ് ഇവർക്ക് ഇഷ്യൂസ് വരുന്നത്. ഇവർ ടിം ഡേവിഡിനെയോ ഷെപ്പേർഡിനെയോ കളിപ്പിക്കുന്നെന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും എക്സെപ്ഷനിൽ നന്നായിട്ട് കളിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു ഫയർ വർക്ക്, താഴേക്കുള്ള ഫയർ വർക്ക് ഒരു പ്രശ്നമായിട്ട് വരും. അല്ലാന്നുണ്ടെങ്കിൽ മനോജ് ബണ്ടാക്കെ അല്ലെങ്കിൽ സ്വാസ്തിക് ചിക്കാര എന്ന് പറഞ്ഞ 2 പ്ലെയേഴ്സ് ഉണ്ട്. ഇവരെ ഒരു ഇമ്പാക്ട് പ്ലെയറായിട്ട് കൊണ്ടുവന്നിട്ട് ആ ബാറ്റിങ്ങിൻ്റെ ആ ഒരു പ്രശ്നം ഇവർ പരിഹരിക്കേണ്ടി വരും. അതായിരിക്കും മിക്കവാറും ഇവർ ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഇമ്പാക്ട് സബായിട്ട് ദേവദത്ത് പടിക്കൽ വന്നാൽ പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല. ദേവദത്ത് പടിക്കലിൻ്റെ ഒരു പഴയ ഒരു T20 ഫോർമാറ്റിൽ പുള്ളിയുടെ ഒരു പഴയ പെർഫോമൻസ് ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഒരു 2 പ്ലെയേഴ്സ് ആയിരിക്കും മിക്കവാറും അവർ ആ ഒരു ഇമ്പാക്ട് പ്ലെയറായിട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവരുടെ ഏറ്റവും കീ ആയിട്ടുള്ള ബാറ്റ്സ്മാൻമാരെന്ന് പറഞ്ഞാൽ കൃണാൽ പാണ്ഡ്യ അതുപോലെ ജിതേഷ് ശർമ്മയാണ്. അവരുടെ ആ മിഡിൽ ഓർഡറിലുള്ള ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ പെർഫോം ചെയ്താൽ ഇപ്രാവശ്യം RCBക്ക് നന്നായിട്ട് ബാറ്റിങ്ങിൽ പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കി എല്ലാവരും ഇപ്പോൾ ഫിൽ സോൾട്ടിൻ്റെ ഫോം, അതുപോലെ തന്നെ ജേക്കബ് ബേത്തലിൻ്റെ ഫോം, ലിവിങ്സ്റ്റോണിൻ്റെ ഫോമൊക്കെ നമ്മൾ കണ്ടാണ് കഴിഞ്ഞ ടൂർണമെൻറ്റ്സിലൊക്കെ. അവരൊക്കെ ഇപ്പോൾ ഇച്ചിരി ഡൗൺ ആണ്. ഇനി IPL വന്നിട്ട് പെർഫോം ചെയ്യുമെന്ന് അറിയില്ല. എങ്കിൽ പോലും RCB ഹിസ്റ്റോറിക്കലി തന്നെ ഇന്ത്യൻ പ്ലേയേഴ്സ് പെർഫോം ചെയ്യാത്തതുകൊണ്ട് വിൻ ചെയ്യാത്തൊരു ടീമാണ്. ഇന്ത്യൻ പ്ലേയേഴ്സ് ജിതേഷ് ശർമ്മയും കൃണാൽ പാണ്ഡ്യയും അവിടെ നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ RCBക്ക് നല്ലൊരു ബാറ്റിംഗ് ലൈനപ്പായിട്ട് ഈ ബാറ്റിംഗ് ലൈനപ്പ് മാറും.
പക്ഷേ അതിന് ഇവർക്ക് രണ്ടുപേർക്കും പറ്റുമോ എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യം. അതൊരു തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെ ആവോ IPL പോലൊരു വലിയ ടൂർണമെൻറ്റിൽ നമുക്ക് കണ്ടറിഞ്ഞേ പറ്റത്തുള്ളൂ. ഇനി ഇവരുടെ ബോളിങ്ങിലേക്ക് വന്നാൽ പവർ പ്ലേ ബോളേഴ്സ് ഒരു രക്ഷയില്ല. സൂപ്പറായിട്ടുള്ള 2 ബോളേഴ്സാണ് ഇവർക്ക് പവർ പ്ലേയിൽ ബോൾ ചെയ്യാനുള്ളത്. ഒന്ന് ഭുവനേശ്വർ കുമാറും അതുപോലെ തന്നെ ഹേസൽവുഡും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ യശ് ദയാലും ഉണ്ട്. അപ്പോൾ ആ 3 ബോളേഴ്സ് പവർ പ്ലേയിൽ യൂസ് ചെയ്യാൻ പറ്റിയ ബോളേഴ്സാണ്. ഇനി മിഡിൽ ഓവേഴ്സിലേക്ക് വരുമ്പോഴാണ് ഇവർക്ക് ഏറ്റവും വലിയ ചലഞ്ച്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വിക്കറ്റ് ടേക്കിംഗ് ആയിട്ടുള്ള ഒരു സ്പിന്നർ ഇവർക്ക് ഇല്ല എന്നുള്ളത് ഇവരുടെ ഏറ്റവും വലിയൊരു പരാജയമാണ്. അതായത് ചാഹലിനെ പോലെയോ അല്ലെങ്കിൽ ഹസരംഗയെ പോലെയോ എന്നുള്ള ഒരു വിക്കറ്റ് ടേക്കിംഗ് ആയിട്ടുള്ള ഒരു സ്പിന്നർ ഇല്ല. അതുപോലെ തന്നെ ചിന്നസ്വാമി പോലുള്ള ഒരു ഗ്രൗണ്ടിൽ മിഡിൽ ഓവേഴ്സിൽ ഈ റൺ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ബോളേഴ്സും ഇവർക്ക് കുറവാണ്. ഒന്നുള്ളത് കൃണാൽ പാണ്ഡ്യയാണ്. അതല്ലാതെ സ്വപ്നിൽ സിംഗിന് തന്നെ ഈ വർഷവും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ സുയേഷ് ശർമ്മ എന്ന് പറഞ്ഞൊരു ലെഗ് സ്പിന്നർ ഉണ്ട്. ആ ഒരു ക്വാളിറ്റി ഉണ്ട്. ഒരു ചാഹലിനോ അല്ലെങ്കിൽ ഒരു അസറങ്കയ്ക്കോ സാമ്പയ്ക്കോ ഒക്കെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഇമ്പാക്റ്റ് ഈ സുയേഷ് ശർമ്മയ്ക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറ്റത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിയുടെ ഒരു ഇത് വെച്ചിട്ട് നല്ല ബോളറാണ്. പക്ഷേ ചിന്നസ്വാമിയിൽ റണ്ണ് കണ്ടെയ്ൻ ചെയ്യുക എന്ന് പറയുന്നത് ഇത്രയും ചെറിയ ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരു ബാറ്റിംഗ് കണ്ടീഷൻസിൽ ഈ റണ്ണ് കണ്ടെയ്ൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമല്ല. അതൊരു ടോപ്പ് ക്വാളിറ്റി ബോളർക്കേ പറ്റത്തുള്ളൂ. സ്വപ്നിൽ സിംഗ് ഒരു പരിധി വരെ അത് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പവർ പ്ലേയിൽ വന്നിട്ട് വിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മിഡിൽ ഓവേഴ്സിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ എറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വർഷം അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ സുയേഷ് ശർമ്മയ്ക്ക് ഒരു എക്സ് ഫാക്ടർ ബോളറായിട്ട് മാറാൻ പറ്റുമോ RCBക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൃണാൽ പാണ്ഡ്യയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കൃണാൽ പാണ്ഡ്യ ഒന്നും ഒരു വിക്കറ്റ് ടേക്കിംഗ് ബോളറല്ല. പുള്ളിയും അത്യാവശ്യം റൺസ് കണ്ടെയ്ൻ ചെയ്യുമെന്ന് ചിന്നസ്വാമിയിൽ എത്രത്തോളം കണ്ടെയ്ൻ ചെയ്യുമെന്നുള്ളത് നമ്മൾ കണ്ട് തന്നെ അറിയേണ്ട കാര്യമാണ്. ഇനി ഡെത്ത് ഓവേഴ്സിലേക്ക് വരുമ്പോൾ ഇവർക്ക് ഇതേ പ്രോബ്ലം ഉണ്ട്. ഡെത്ത് ഓവേഴ്സിലേക്ക് വരുമ്പോൾ ഇവർക്ക് ആര് റണ്ണ് പിടിച്ചു നിർത്തും എന്നുള്ള ഒരു ചോദ്യമാണ്. ഭുവനേശ്വർ കുമാർ, പണ്ടത്തെ ഭുവനേശ്വർ കുമാർ ആയിരുന്നെങ്കിൽ 100% ഉറപ്പായിട്ട് നമുക്ക് പറയാമായിരുന്നു ഭുവനേശ്വർ കുമാർ ചെയ്യും. പക്ഷേ പുള്ളിക്കും പ്രായമായി വരുവാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ മുമ്പത്തെ വർഷത്തേക്ക് നോക്കുകയാണെങ്കിൽ പുള്ളിയുടെ എക്കണോമി അത്ര ബെറ്റർ അല്ല. അപ്പോൾ പോരാത്തതിന് ചിന്നസ്വാമികളാണ്. ഈ ഭുവനേശ്വർ കുമാറിന് ചിന്നസ്വാമിയിൽ ബാംഗ്ലൂരിന് ആദ്യത്തെ 2-3 കളികളിൽ അടികിട്ടി തുടങ്ങി കഴിഞ്ഞാൽ ബാംഗ്ലൂരിൻ്റെ കാര്യം പാനിക്കാവും. കാരണം ഈ ഭുവനേശ്വർ കുമാറിലാണ് അവരുടെ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ബോളർ. പുള്ളിക്ക് ചിന്നസ്വാമിയിൽ അടി കിട്ടി കഴിഞ്ഞാൽ ബാംഗ്ലൂർ പാനിക്കാവും എന്നുള്ളത് 100% ഉറപ്പാണ്. ഡെത്ത് ഓവറിൽ ഈ ഭുവനേശ്വർ കുമാറിന് റൺസ് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ലാന്നുണ്ടെങ്കിൽ ഹേസൽവുഡിനോ ഒരു ഓവറോ ഹേസൽവുഡിനോ അല്ലെങ്കിൽ യശ് ദയാലിനോ വെച്ചിട്ട് അവർക്ക് ഡെത്ത് ഓവർ മാനേജ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഇവരുടെ ഒരു ബോളിംഗ് ലൈനപ്പ് ഏറ്റവും വലിയൊരു പേടി അതാണ്. ഇവരെങ്ങനെ ഡെത്ത് ഓവർ ഹാൻഡിൽ ചെയ്യും, ആര് കൺട്രോൾ ചെയ്യും? ഭുവനേശ്വർ കുമാർ ഫോമിലേക്ക് എത്തുക അല്ലെങ്കിൽ പഴയ ഭുവനേശ്വർ കുമാറിൻ്റെ പോലെ എറിയുകയാണെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം ഫോർ RCB. പക്ഷേ അതല്ല, ഭുവനേശ്വർ കുമാറിന് അടി കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹേസൽവുഡും അതുപോലെ തന്നെ പരിക്കിൽ നിന്ന് തിരിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ എത്രത്തോളം പെർഫോം ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ആ ഒരു കാര്യത്തിലാണ് ഈ 2 ബോളേഴ്സ് ഡെത്ത് ഓവറിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, അല്ലെങ്കിൽ യശ് ദയാലിനെ എവിടെയൊക്കെ കൊണ്ടിട്ട് എറിയിപ്പിക്കും, അല്ലെങ്കിൽ തന്നെ യശ് ദയാൽ കഴിഞ്ഞ വർഷത്തെ അതേ പെർഫോമൻസ് ഈ വർഷം തരാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ഒരുപാട് ചോദ്യങ്ങൾ RCBയുടെ ബോളിങ്ങിൻ്റെ കാര്യത്തിലുണ്ട്. സ്പിന്നേഴ്സിൽ പ്രത്യേകിച്ചും ഒരു നല്ല ക്വാളിറ്റി സ്പിന്നറിനെ അവർ എടുത്തില്ല എന്നുള്ളൊരു വലിയൊരു പരാജയം തന്നെ. അതാണ് ആദ്യം പറഞ്ഞ 83 കോടി. ഈ ഓപ്ഷനിന് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ക്യാഷുമായിട്ട് പോയ 2 ടീമുകളിൽ രണ്ടാമത്തെ ടീമാണ് RCB. 83 കോടിയും കൊണ്ട് പോയിട്ട് അവർക്കൊരു നല്ല വിക്കറ്റ് ടേക്കിംഗ് സ്പിന്നറിനെ മിഡിൽ ഓവേഴ്സിൽ എറിയാൻ പറ്റുന്ന നല്ലൊരു ടോപ്പ് ക്വാളിറ്റി സ്പിന്നറിനെ എടുക്കാൻ പറ്റില്ല എന്നുള്ളത് വലിയ പരാജയം തന്നെയാണ്. ഇവരെന്തൊക്കെ ഇവരുടെ യൂട്യൂബ് ചാനലിലൂടെ അവർക്ക് വേണ്ടതെല്ലാം കിട്ടിയെന്ന് പറഞ്ഞാലും അതൊരു വലിയ പരാജയം തന്നെയാണ്. അപ്പോൾ ബോളിങ്ങിലും RCBക്ക് ഒരുപാട് തുമ്പികളെ കൊണ്ട് കല്ലെടുപ്പിക്കേണ്ടി വരും. സ്വപ്നിൽ സിംഗ്, സുയേഷ് ശർമ്മ, കൃണാൽ പാണ്ഡ്യ ഒക്കെ എടുക്കാൻ പറ്റാത്ത വെയിറ്റ് എടുത്തേ RCBക്ക് ഈ പ്രാവശ്യം നല്ലൊരു പെർഫോമൻസ് ബോളിങ്ങിൽ തരാൻ പറ്റും. ഇനി ബാക്കപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രസിക്ദാർ എന്ന് പറഞ്ഞൊരു ബോളറുണ്ട്. പുള്ളിയും ഭുവനേശ്വർ കുമാറിനെ കളിപ്പിക്കാതെ എന്തായാലും പുള്ളിയെ കളിപ്പിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇവർ റീറ്റെയിൻ ചെയ്ത് യശ് ദയാലിനെ കളിപ്പിക്കാതെ പുള്ളിയെ കളിപ്പിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ മറ്റു ബാക്കപ്പായിട്ടുള്ള നുവാൻ തുഷാരയും ലുങ്കി എങ്കടിയും ഈ ഹേസൽവുഡിനെ കളിപ്പിക്കാതെ എന്തായാലും ഇവരെ രണ്ടുപേരും കളിപ്പിക്കാൻ സാധ്യതയില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് ആർക്കെങ്കിലും പരിക്ക് സംഭവിക്കണം. അപ്പോൾ ഇവരുടെ ബോളിങ്ങിൻ്റെ കാര്യത്തിൽ, ഫാസ്റ്റ് ബോളിങ്ങിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ല ബാക്കപ്പ് ഉണ്ട്. ഇപ്പോൾ നുവാൻ തുഷാരൊക്കെ നന്നായിട്ട് ഡെത്ത് ബോളിംഗ് ചെയ്യുന്ന ബോളറാണ്. അതുപോലെ തന്നെ രസിക്ദാറും അത്യാവശ്യം നന്നായി ഡൽഹിക്ക് വേണ്ടി ഡെത്ത് ബോളിംഗ് ഒക്കെ ചെയ്യുന്ന നല്ല വേരിയേഷൻസ് ഉള്ളൊരു ബോളറാണ്. പക്ഷേ ഇവർക്കൊന്നും 11ൽ കളിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. പിന്നെ 1-2 ഓപ്ഷനുള്ള ലിവിങ്സ്റ്റോണും ബെത്തൽ കളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ ലിവിങ്സ്റ്റൺ ലെഗ് സ്പിൻ എറിയും, ഓഫ് സ്പിൻ എറിയും, എല്ലാം എറിയും. പക്ഷേ അത്യാവശ്യം നന്നായിട്ട് അടി കൊള്ളും. ചിന്നസ്വാമിയിൽ വന്നിട്ട് ലിവിങ്സ്റ്റൺ എറിയുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി നന്നായിട്ട് അടി കൊള്ളാൻ തന്നെയാണ് ചാൻസ്. അപ്പോൾ അത് എത്രത്തോളം എഫക്റ്റീവ് ആവുമെന്ന് ശരിക്കും പറഞ്ഞാൽ അറിയില്ല. ലുങ്കി എങ്കടി ഒന്നും ആ പരിസരത്ത് പോലും അടുപ്പിക്കാൻ പറ്റില്ല. ഈ ചിന്നസ്വാമിയിലൊക്കെ ലുങ്കി എങ്കടി കിട്ടിയ അടി കൊണ്ട് ഊപ്പാട് വരും ലുങ്കി എങ്കടിക്ക്. സോ അതൊന്നും ഒരു ഓപ്ഷനേ അല്ല.
അപ്പോൾ മൊത്തത്തിൽ RCB നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് ക്വാളിറ്റി ആയിട്ടുള്ള ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാരുണ്ട് ഇവർക്ക്, അതുപോലെ തന്നെ ടോപ്പ് ക്വാളിറ്റി ആയിട്ടുള്ള പവർ പ്ലേ ബോളേഴ്സും ഉണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളിലും ഇവർ ഏകദേശം എബോ ആവറേജോ അല്ലെങ്കിൽ ആവറേജിൽ നിൽക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഇവരുടെ സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റ് വീക്കാണ്, അതുപോലെ തന്നെ ബാറ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫിനിഷിങ്ങിലേക്ക് വരുമ്പോൾ ഒരു 50-50 ആണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ടീമിനെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യെസ് വെരി ഗുഡ് ടീം എന്ന് തന്നെ പറയാം. പക്ഷേ മറ്റുള്ള ടീമുകളിലേക്ക് നോക്കുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ 83 കോടിയും കൊണ്ട് ഓപ്ഷനിലേക്ക് പോയൊരു മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഒരു ടീം പോരാ. ഇവർക്ക് ഒരുപാട് മിസ്സിംഗ് ലിങ്ക്സ് ഉണ്ട്. അതായത് നല്ലൊരു ഓൾറൗണ്ടറിനെ, പേസ് ബോളിംഗ് ഓൾറൗണ്ടറിനെ ഇവർക്ക് എടുക്കാൻ പറ്റിയില്ല. അതുപോലെ തന്നെ നല്ലൊരു വിക്കറ്റ് ടേക്കിംഗ് സ്പിന്നറിനെ ഇവർക്ക് എടുക്കാൻ പറ്റിയില്ല. താഴേക്ക് വരുമ്പോൾ ഫിനിഷിങ്ങിലേക്ക് വരുമ്പോൾ വിശ്വസ്തനായ ഒരു ഫിനിഷർ. ഇപ്പോൾ RCBയെ സംബന്ധിച്ച് ഇപ്പോൾ ടിം ഡേവിഡോ അല്ലെങ്കിൽ ഷെപ്പേഡോ ഒക്കെ നല്ല ഹിറ്റേഴ്സാണ്. ഫിനിഷേഴ്സ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. അവിടെയാണ് RCBയെ സംബന്ധിച്ച് പ്രശ്നം. ഫിനിഷേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു മാച്ച് പ്രഷറിൽ ഇപ്പോൾ പൊള്ളാർഡിനെ പോലെയോ അല്ലെങ്കിൽ ജഡേജയെ പോലെയോ ഹർദിക് പാണ്ഡ്യയെ പോലെയോ സ്റ്റോയിനിസിനെ പോലെയൊക്കെ ചില ക്രൂഷ്യൽ മാച്ചുകൾ, പ്രഷറായിട്ടുള്ള മാച്ചുകളിൽ നിന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഫിനിഷേഴ്സ് ഇവർക്കുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഡൗട്ടാണ്. ഹിറ്റേഴ്സ് ഉണ്ട്, നല്ല ഹിറ്റ് ചെയ്യാൻ പറ്റുന്ന ബാറ്റ്സ്മാൻമാരുണ്ട്. പക്ഷേ ജിതേഷ് ശർമ്മയൊക്കെ തന്നെ ഇത് ചെയ്യേണ്ടി വരും, ഈ ഫിനിഷിംഗ് റോൾ. അല്ലെങ്കിൽ അത് ടിം ഡേവിഡോ അല്ലെങ്കിൽ ഷെപ്പേഡോ ഒരു മാച്ച് ഫിനിഷ് ചെയ്യുമെന്ന് ഞാൻ കാണുന്നില്ല. അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്കില്ല. അപ്പോൾ ഞാനിത് പറയുന്നത് ഇത്രയും വർഷമായിട്ട് ഞാനൊരു RCB ഫാനാണ്. അപ്പോൾ നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുവരുന്നതാണ് എന്താണ് ഈ മാനേജ്മെൻറ്റ് ചെയ്യുന്നത്, എന്താണ് ഈ ടീം ചിന്നസ്വാമിയിൽ വന്നിട്ട് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ടീമിനെ കാണുമ്പോൾ അത്ര കോൺഫിഡൻസ് എനിക്ക് തോന്നാത്തത്. അതുകൊണ്ടാണ് ഇവരുടെ ഓപ്ഷനിലെ സ്ട്രാറ്റജി കണ്ടിട്ട് എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ലാത്തത്, ഞാൻ അത്ര ഇംപ്രസ്ഡ് അല്ലാത്തത്. എന്തായാലും RCBക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ. ഇപ്പോൾ ഉള്ള റിസോഴ്സ് വെച്ച് തന്നെ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് ഒരു പ്ലേ ഓഫിലേക്ക് എത്തട്ടെ, കപ്പെടുക്കാൻ സാധിക്കട്ടെ. അപ്പോൾ മറ്റൊരു ടീമിൻ്റെ പ്രിവ്യൂമായിട്ട് വീണ്ടും കാണുന്നിടം വരെ ബൈ.